അങ്ങനെ നമ്മുടെ കിളിക്കൂട് വീട്ടിലേക്ക് പോലീസും എത്തുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നത് നമ്മുടെ നികേഷിനോട് ഞാൻ പോയി സത്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നുണ്ട് ഏടത്തി ഇപ്പം അങ്ങോട്ട് പോകണ്ട, ഈ ബഹളത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട, വെറുതെ ഏടത്തി നാണം കെടാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിനെ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്തായാലും അവിടെ വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാവുകയാണ്. ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. ആൾക്കാരൊക്കെ നമ്മുടെ കിളിക്കൂട് വീടിനെ കുറ്റവും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതു നേരെ ചെല്ലുന്നുണ്ട് നമ്മുടെ ഹരീഷിനെ തിരക്കിയിട്ട് വർക്ക്ഷോപ്പിലേക്ക്. എൻ്റെ കയ്യിൽ ഫോണില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് തിരഞ്ഞു വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലത്തെ ചെക്കൻ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് നിൻ്റെ ഏട്ടനാണ് നിധി എഴുത്തിനെ കളിയാക്കിയത്. എന്തുപോലെ കളിയാക്കി അറിയോ, പാവം ആ ചേച്ചി ഒരുപാട് വിഷമിച്ച് കരഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോയെന്നൊക്കെ പറയുന്നത്. നമ്മുടെ നീതുവിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവൾ നേരെ വരുന്നുണ്ട് നമ്മുടെ കിളിക്കൂട് വീട്ടിലേക്ക്. ആ സമയത്ത് നമ്മുടെ നിധിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ നിധിയും പുറത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നിധി എല്ലാ സത്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ എന്നെ കളിയാക്കുമ്പോൾ വെറുതെ ഇരിക്കുമോ, ഏതെങ്കിലും ഒരു പെണ്ണിന് സഹിക്കുമോ എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ നീതു ഓർന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കില്ല, നിങ്ങളല്ല വേറെ ഏത് പെണ്ണും ആ സാഹചര്യത്തിലുണ്ടെങ്കിൽ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നീതു ഉള്ളിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും നീതുയുടെ സംസാരം കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. നീതുവിനോട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഇവരുടെ മകളാണ് എന്നൊക്കെ പറയുന്നത്. ഇവർ പറയുന്ന പോലെയല്ല, ഇവർ പറയുന്നതൊക്കെ കള്ളാണ്. കാരണം എന്നെ ഒരിക്കലും ഹരീഷ് കളിയാക്കിയിട്ടില്ല. ഹരീഷ് കളിയാക്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ കേസ് കൊടുത്ത്, എന്നെ അങ്ങനെ ഒരിക്കലും കളിയാക്കിയിട്ടില്ല. എനിക്ക് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് ഇല്ല അവൾ വെറുതെ പറയണം, ഇവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അവളെ തിരിപ്പിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതു പിന്നെയും പറയും എന്നെ ആരും തിരിപ്പിച്ചിട്ടില്ല, എനിക്ക് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പോലീസുകാരൻ പറയില്ല ഞാൻ അവരെ കൊണ്ടുപോകുകയാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ നീതു പറയുന്നത് നിങ്ങൾ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയ ഞാൻ പറയും എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഹരീഷിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് എല്ലാവരുടെ മുന്നിലും പറയും. അപ്പം നിങ്ങൾ ജോലിക്കാ സാറേ പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പോലീസുകാരൻ പറയും നിങ്ങളുടെ മകൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താ ഈ കംപ്ലൈൻറ്റിൽ അവളെന്നെ ഒന്നുമില്ല പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭാസ്കരൻ എല്ലാവരും സന്തോഷിക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.